കൽക്കട്ടയിൽ ആ ബോംബ് പൊട്ടി മരിച്ചവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പോയിട്ട് 1.5 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് 1.5 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ നിന്നെ പ്രതിയാക്കുമെന്ന് പറഞ്ഞു. അവസാനം വീട്ടുകാരൊക്കെ കൂടെ ഓടി നടന്ന് പണയം വെച്ചും വിറ്റും ഒക്കെ കൂടെ 30,000 രൂപ കൊണ്ട് കൊടുത്തു. കൊടുത്തതിന് ശേഷം അവരൊരു കാര്യം ചെയ്തു. അവിടുത്തെ പ്രദേശത്തെ ഭരണകക്ഷിയുടെ MP, ബംഗാളിലെ ഭരണകക്ഷിയുടെ MPയുടെ അടുക്കൽ പോയിട്ട് അവർ പരാതി പറഞ്ഞു, തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഇടപെട്ടു. വളരെ ശക്തമായ ഇടപെടലുകളുടെ അവസാനം പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി വാങ്ങിച്ച 30,000 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. 1.5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ബോംബ് കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ 1.5 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും ഒക്കെ കണക്കുകളാ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപ്പറ്റി അങ്ങോട്ട് പറഞ്ഞു പോയാൽ ഒരുപാട് വേദനിക്കുന്ന കാര്യങ്ങൾ പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ, നിരപരാധികൾ ആക്രമിക്കപ്പെടുന്നതിനോട് യോജിപ്പില്ലാത്തതുപോലെ തന്നെ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നതിനോടും നമുക്ക് യോജിപ്പില്ല. നിരപരാധികളെ അറസ്റ്റ് ചെയ്യുന്നതിനോടും അവരെ എത്രയോ കാലം തടങ്കലിൽ വെച്ചിട്ട് വല്ല ലക്കില്ലകാനുമുണ്ടോ? ഞാനൊക്കെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സമുദായം എന്നോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട്, സമുദായ നേതൃത്വമല്ല, എന്റെ പ്രിയപ്പെട്ട സമുദായം, ഈ ഇരിക്കുന്ന പട്ടിണിപ്പാവങ്ങൾ, 10,000ങ്ങളുടെ ദുആ, ലക്ഷങ്ങളുടെ ദുആ, ആ ദുആയും പട്ടിണിപ്പാവങ്ങളുടെ, ഞാൻ എന്റെ സുപ്രീം കോടതിയിലെ കേസ് നടത്താൻ വേണ്ടി ബക്കറ്റും കൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ പള്ളികളായ പള്ളികളിൽ കയറി ഇറങ്ങിയപ്പോൾ 5ഉം 10ഉം 2ഉം ഒക്കെ രൂപ വീതം കൊടുത്തിട്ട് ഓരോ ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ ചുമായിക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് 7.5 ലക്ഷം രൂപ പിരിഞ്ഞു. അതുപോലെ ഓരോ സ്ഥലത്തുനിന്നും ആളുകൾ സഹായിച്ചു. ഇതിലൊരൊറ്റ നോട്ട് പോലും 1000ന്റെ 500ന്റെ ഉണ്ടായിരുന്നില്ല. ഒക്കെ 5ന്റെയും 10ന്റെയും നോട്ടായിരുന്നു. അപ്പൊ ആരായിരുന്നു തന്നതെന്നറിയാലോ? പലയിടത്തും പള്ളികളിൽ പറഞ്ഞില്ല, ചിലർ പള്ളികളിൽ നിരുത്സാഹപ്പെടുത്തി, ചിലർ പള്ളികളിൽ നിറക്കി വിട്ടു. എന്നിട്ടും മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഒരൊറ്റ ജുമായിക്ക് 7.5 ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ വേണ്ടി കിട്ടി. അതുപോലെ എന്റെ കാര്യത്തിൽ ഈ സമുദായം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ദുആ അതെനിക്ക് കിട്ടിയതുപോലെ ഈ അടുത്ത കാലത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പരിശുദ്ധമായ ഹജ്ജിന് പോയപ്പോൾ ഹറം ഷരീഫിന്റെ മുന്നിൽ വെച്ച് എത്ര ആയിരക്കണക്കിന് സഹോദരങ്ങളാ വന്നിട്ട് ഈ ഹറമിൽ വന്ന് ഞങ്ങൾ എത്ര പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തതാ, മോചനത്തിന് വേണ്ടി, നിങ്ങളുടെ മോചനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഹറമിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ ഒരുപാട് ഇവിടുന്ന് ദുആ ചെയ്തതാണ്. ഇങ്ങനെ പള്ളികളിലും വീടുകളിലും ഒക്കെ ഒരുപാട് പാവങ്ങളായ സഹോദരങ്ങളും പണ്ഡിതന്മാരും ഉസ്താദുമാരും ഒക്കെ ചെയ്ത ദുആയുടെ പേരിൽ അങ്ങനെ ദുആ ചെയ്യുകയും കൊച്ചു കൊച്ചു രീതിയിലായാലും പാവങ്ങളുടെ സഹായങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തതുകൊണ്ട് കേസ് നടത്തി സുപ്രീം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി. ഇങ്ങനെ നടക്കാൻ, അതിന്റെ പിറകിന് നടക്കാൻ ഒരുപാട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പോവുകയുണ്ടായി. പക്ഷെ ഇതിനൊന്നും ആളില്ലാത്തവരുടെ അവസ്ഥയൊന്നും ഓർത്തു നോക്കി. ഇങ്ങനെയൊക്കെ പോയിട്ടും 9.5 കൊല്ലം വെച്ചു. ഇങ്ങനെയൊക്കെ കോടതികളിൽ പോയിട്ടും സുപ്രീം കോടതിയിൽ പോകുന്നു, കേസ് നടത്തുന്നു, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരമാകുമ്പോൾ ആദ്യമായി സുപ്രീം കോടതിയിൽ എന്റെ കേസ് ഫയലിൽ സ്വീകരിച്ചപ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായി ജാമ്യം കിട്ടുമെന്ന്. അവസാനം വന്നപ്പോൾ അതങ്ങ് പറന്നങ്ങ് പോയി. വളരെ ലഘുവായിട്ടങ്ങ് തള്ളിക്കളഞ്ഞു. ഓരോ പ്രാവശ്യം ഹാജരായതിനും ഒരു റിട്ടും ഒരു ജാമ്യാപേക്ഷയും, രണ്ടിനും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് സുശീൽ കുമാറിന് ഓരോന്നിനും 1.5 ലക്ഷം രൂപ വീത ഫീസ് കൊടുത്തേ. അയാളൊന്ന് എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയുന്നതിന്, റിട്ടിന് എഴുന്നേറ്റതിന് അതിന് 1.5 ലക്ഷം, ജാമ്യാപേക്ഷയ്ക്ക് അയാളൊന്ന് ഇരുന്നിട്ട് വീണ്ടും എഴുന്നേറ്റതിന് 1.5 ലക്ഷം. വല്ലാത്ത ഒരു ഇരിപ്പ് എഴുന്നേപ്പും അത്. 1.5 ലക്ഷം രൂപ വിലയുള്ള ഇരിപ്പ് എഴുന്നേക്കും. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് കേസ് നടത്തി അങ്ങനെ തള്ളിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കേസ് നടത്താനും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ മുഴുവൻ MLA-മാരും ഒപ്പിട്ടുകൊണ്ട് ഒരാളുടെ പരോളെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കാനും ഒക്കെ ഉണ്ടായിട്ടും 9.5 കൊല്ലം ഒരു ചലനവും ഇല്ലാതെ ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നു എന്നുള്ളത്. അതിൽ 4.5 വർഷം എന്നെ ഒരൊറ്റ മനുഷ്യരെയും കാണിച്ചില്ല. 4.5 കൊല്ലം അതിൽ എനിക്ക് എന്റെ ഭാര്യയെ കാണാൻ പറ്റിയില്ല, എന്റെ മക്കളെ കാണാൻ പറ്റിയില്ല, അങ്ങനെ എന്നെ കാണാൻ വരുന്ന എന്റെ സഹോദരങ്ങളെ കാണാൻ പറ്റിയില്ല, എന്റെ സഹതടവുകാരെ പോലും വളരെ ചുരുക്കം മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ എന്നെ പീഡിപ്പിച്ചു. അപ്പൊ ഈ സാധാരണക്കാരായ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? എന്നെപ്പോലെ ഒരാളിന് ഇത്രയും പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ജാമിയാ നഗറിൽ നിന്ന് നോമ്പുകാരായിട്ട് വന്ന 17 വയസ്സും 16 വയസ്സുമുള്ള +1-നും +2-നും പഠിക്കുന്ന പൊന്നുമക്കളെ വൈകുന്നേരങ്ങളിൽ പിടിച്ചുകൊണ്ട് തലയിൽ തുണിയും ഇട്ടിട്ട് മുഖത്തുകൂടി ഷാള് വിട്ടിട്ട് കൊണ്ടുപോയി അടച്ചിട്ടിരിക്കുന്ന ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ രാജ്യത്തിന്റെ നാനാഭാഗത്തും കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ഗുജറാത്തിൽ ഏറ്റവും വലിയ കലാപം നടന്നു. 1000 കൊല്ലപ്പെട്ടു, 100 സഹോദരിമാര് മാനഭംഗപ്പെടുത്തപ്പെട്ടു, പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ എരിച്ചു കൊല്ലപ്പെട്ടു. എന്നിട്ട് ആ ഗുജറാത്തിൽ ടാഡ പ്രകാരം, എന്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ 233 പേർ ടാഡ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടപ്പുണ്ട്. ടാഡ അല്ല, പോട്ട പ്രകാരം. ഈ പോട്ട അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്നവരിൽ ഒരൊറ്റ ആളും മുസ്ലിം അല്ലാത്ത ഒരാളൊഴിച്ച്